എന്റെ ദൈവമേ, ഇതെന്ത് പോത്തൻ എന്റെ മുമ്പിൽ കൈകെട്ടിയിരിക്കണമെന്നല്ല പറഞ്ഞത്. എടോ സ്ഥലത്ത് സർക്കാരിലേക്ക് നികുതി കൊടുക്കാറുണ്ടാന്ന്, കരം കൊടുക്കാറുണ്ടാന്ന്. എന്റെ പൊന്നു സാറേ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും എന്റെ കയ്യിലല്ല, അമ്മയുടെ കയ്യിലാണ്. എന്നാ അമ്മേനെ വിളിക്ക്. അമ്മ വരൂല. അമ്മ വരൂല. അയ്യോ, അമ്മയോട് പറഞ്ഞേക്ക് വാശി പിടിക്കുന്നത് പറഞ്ഞേക്ക്. അമ്മയോട് സ്ഥലത്തിന്റെ കാര്യമാണ് വാശി പിടിക്കുന്നത് അമ്മയോട് പറഞ്ഞേക്ക്. വാശി പിടിക്കണല്ല, അമ്മനെ കാശിയിൽ ഒഴുക്കിയതാണ്. ചത്തുപോയി അതല്ല, വരൂല. അപ്പൊ ആധാരമില്ല, മുന്നാധാരമില്ല, കുടിക്കടയില്ല, ഒന്നുമില്ല, അമ്മയും ചത്ത്. അതാണിപ്പോ കുഴപ്പമായത്. തെളിയിക്കണം, സ്ഥലം നിങ്ങളുടെ തെളിയിക്കണം. അല്ല സാർ, അത് നിന്റെ ആളാണ്. റെഡിയാക്കാം. നീ ഇങ്ങോട്ട് വന്നേ. നീ സാറിന്റെ അടുത്ത് നിന്നിട്ടേ ഒരു പൈന്റ് മേടിച്ചു പറ. ഓക്കെ അല്ലേ സാറേ, നമുക്ക് ഈ അരണ്ട വെട്ടത്തില് ലൈറ്റൊക്കെ ഇട്ട് ഒരു പൈന്റും മേടിച്ചു വെച്ചിരുന്ന് സംസാരിച്ചാല് നടക്കും. ഒരു ഫുള്ള് മേടിച്ചു വെച്ചിട്ട് ഐസൊക്കെ ഇട്ട് സോഡയൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ പീസൊക്കെ കടിച്ചു പറിച്ചിരുന്ന് സംസാരിച്ചു ഏകദേശം ഒരു വഴി തെളിച്ച് വരുന്നുണ്ട്. ആ വഴി തന്നെ പോയിക്കോ, ഒരു കുഴപ്പമില്ല. അതെ സാറേ, എന്തോ ഇവിടെ ഒരു പെണ്ണുണ്ട് അവതാരിക. അവള് വരുമ്പോ ഒന്ന് പേടിപ്പിച്ചോ. 10 മിനിറ്റ് വരുന്നുണ്ട്. ഇവളാണ് ആ വേഷം കെട്ട് കരുതി. അതെ, ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വില്ലേജ് ഓഫീസറാണ്. നിങ്ങൾ അനധികൃതമായിട്ട് ഇയാളുടെ പറമ്പിക്കറി കെട്ടിടം വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇത് ഫ്ലവേഴ്സ് ടിവിയുടെ ഫ്ലോർ ആണ്. ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ഫ്ലവേഴ്സിന്റെ ഫ്ലോറോ? ആധാരം ഉണ്ടാ, മുന്നാധാരം ഉണ്ടാ, കുടികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാ, ഇതൊന്നും ഇല്ലാത്ത കുട്ടി മിണ്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുള്ള രേഖ നിങ്ങൾക്ക് കിട്ടോ? കെട്ടിടത്തിൽ കയറി വെറുതെ. അതെ മോളെ, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നിട്ട് ഇവിടെ ബാക്കി കാര്യങ്ങൾ നടത്തിയാൽ മതി. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരും ചോദിക്കാൻ. ഈ പെൺകുട്ടിയോട് ചോദിച്ചിട്ട് കാര്യമുള്ളത്. സുരാജ് വരുന്ന എവിടെ വിളിക്കും? സിനിമയിലുള്ള ആളാണ്, വലിയ പിടിയുള്ള ആളാണ്, പുള്ളി ഭയങ്കരനാണ്. അവൻ ഇവിടെ വന്ന് ഇവിടെ വരും. അവൻ വന്നാലുണ്ടല്ലോ, ഞാൻ അവനെ പിച്ചിട്ട് എന്റെ സ്വഭാവം അറിയാൻ പാടില്ലാണ്. അല്ല സാർ, അങ്ങനെ ചൂടായതും വേണ്ട, ആളോട് സംസാരിച്ചാൽ മതി. ഹലോ, നമസ്തേ. ഇങ്ങോട്ട് കയറി. അടിക്കരുത്. ആരാണ്? കുറെ നേരമായിട്ട് നിങ്ങൾ ഈ ഫ്ലോറിൽ വന്ന് കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താണ്? ഞാൻ വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ ഞങ്ങളുടെ ആളാണ്. ഞങ്ങളുടെ ആളാണ്. താങ്കള്? ഞാൻ സുരാജ്. സുരാജ്. സുരാജ് വെഞ്ഞാറമൂട്. അതെ. ഒരു ഇടി വീണ പിടിച്ചു മാറ്റാൻ ഇല്ല, ഞാൻ പിടിക്കല്ല. സുരാജ് വെഞ്ഞാറമൂട്. അതെ. എന്താ എന്റെ പൊന്നുകുട്ടി, ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഇടിക്കണ്. അതെ സാറേ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. കുറത്തിതുള്ളുന്നു, കുറത്തിതുള്ളുന്നു, ഭ്രാന്തായ വണ്ടാ. കുറത്തിതുള്ളുന്നു. എങ്ങനെയുണ്ട് ഇവിടെ? എന്താ ഞങ്ങളുടെ നാട്ടില് പുഞ്ചിരി ക്ലബ്ബ് പുഞ്ചിരി മത്സരം നടത്തുമായിരുന്നു. എനിക്കാണ് 1ാം സ്ഥാനം. അയ്യോ, നിങ്ങൾക്കാണോ പുഞ്ചിരി മത്സരത്തിന്? അതിന് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടോ? ക്യാഷ് പ്രൈസാ. ഞാനാണ് എപ്പോഴും മത്സരിക്കുന്നത്. അയ്യോ, പുഞ്ചിരി നിങ്ങൾക്കാണോ? പിന്നെ എന്റെ പുഞ്ചിരി ഒന്ന് കാണട്ടെ. ഇതാണ് പുഞ്ചിരി. ഇതിനായിരുന്നു 1ാം സ്ഥാനം. ഇതിനാണ് 1ാം സ്ഥാനം. എന്ത് സാറ്, ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുമ്പോഴാണ് എന്ത് ചോദിക്കണ്ടേന്ന് നിക്ക്, ഞാൻ ചോദിച്ചോളാം. എന്നിട്ടേ ഈ പുഞ്ചിരി മത്സരത്തിന് എപ്പോഴും എന്നെ വിളിക്കും. പക്ഷെ കഴിഞ്ഞ വർഷം തൊട്ട് എന്നെ വിളിക്കാറില്ല. ഒഴിവാക്കിയതാണ്. അങ്ങനെ ഇത് ചെയ്യുവോ? പിന്നെ ഇത്രയും വൃത്തിയായിട്ട് ഒരു ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഒഴിവാക്കും. ഞാനൊരു വേഷം കിട്ടലുകാരനാണല്ലോ. അത് കണ്ടാലും അറിയാലോ. അതല്ല പ്രച്ഛന്ന വേഷം. പ്രച്ഛന്ന വേഷം ഉണ്ടോ? അല്ല, പക്ഷെ ഇവിടെ എന്താ ഈ വിഷയം? ഇവിടത്തെ വിഷയമൊന്നുമല്ല, നിങ്ങൾ മാറിയിരിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. ഈ പ്രച്ഛന്ന വേഷം എന്ന് പറയുമ്പോണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. ഞാനൊരു ദിവസം ഒന്നുമല്ല, ഇവിടെ പുഞ്ചിരി മത്സരം നടന്നിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് പ്രച്ഛന്ന വേഷം. ശരീരം മൊത്തം ഗമ്മങ്ങ തേച്ച് കുറെ പഞ്ഞി എടുത്ത് വെച്ച് മഞ്ഞു മനുഷ്യനായി. മഞ്ഞ് മനുഷ്യൻ കെട്ടാൻ വേണ്ടി ശരീരം ഫുള്ള്. എന്നിട്ട് ഇവിടെ മാത്രം പഞ്ഞു വെച്ചില്ല, ശ്വാസം വിടണമല്ലോ. മാത്രമല്ല എന്തെങ്കിലും കഴിക്കണമല്ലോ. എന്നിട്ട് ഞാൻ സ്റ്റേജിന്റെ പുറകിൽ പോയി നിന്ന് എന്നെ അന്വേഷിച്ച ആളുകൾ വന്നിട്ട് അവർക്ക് ആർക്കും എന്നെ മനസ്സിലാകില്ല. അത് മാത്രമല്ല, എന്റെ ഭാര്യ വന്നിട്ട് എന്റെ ചേട്ടനെ കൊണ്ട് എന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ടല്ല, അവൾക്ക് പോലും എന്നെ മനസ്സിലായില്ല. അത്രയും ഒറിജിനാലിറ്റി ഭയങ്കരമായിരുന്നു. എന്നിട്ട് ഈ ചെസ് നമ്പർ വിളിക്കാനായിട്ട് ഒരു തൊട്ട് മുമ്പ് ചെറിയൊരു ടെൻഷൻ. ഞാനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് തീപ്പെട്ടി ഉരച്ചില്ല, പഞ്ഞി നിന്ന് കത്തി. അയ്യോ എന്റെ ദൈവമേ. അപ്പൊ ചേട്ടന് പ്രശ്നമൊന്നും ഉണ്ടായില്ല? താനെടുത്ത ആളോടോ പഞ്ഞിക്കുള്ളി ഞാനുണ്ടാകില്ല, ഞാനും കത്തിച്ചാമ്പലായി പോയല്ലേ. അയ്യോ, എന്നിട്ട് എന്തായി? 1 ലക്ഷം രൂപയായിരുന്നു 1ാം സ്ഥാനം. പക്ഷെ അതെനിക്ക് തന്നെ കിട്ടി. അതെങ്ങനെ? നിങ്ങൾ കത്തി തീർന്നില്ലേ, പിന്നെ എങ്ങനെ 1 ലക്ഷം രൂപ കിട്ടും? അത് മാത്രമല്ല, പഞ്ഞി കത്തിൽ എന്റെ ഇവിടെ ഒട്ടിച്ചു വെച്ച ചെസ് നമ്പർ ഇല്ലേ, അത് കത്തിയില്ല. എന്നിട്ട് സംഘാടകർ എന്നെ ഒരു വാഴലെ പൊതിഞ്ഞ് ആശുപത്രിയിൽ സ്റ്റേയിലേക്ക് കൂടി കൊണ്ടുപോകുമ്പോ ഉടൻ തന്നെ അനൗൺസ്മെന്റ്, 1ാം സ്ഥാനം കത്തിക്കരിഞ്ഞ വഴിക്ക് നമ്പർ 12 രാമേന്ദ്രൻ.